ഹലോ, സേ ചിയേഴ്സ്. ഇന്ന് നമ്മൾ റവ ലഡു അങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ദിവാലിയൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് സ്വീറ്റ് ആയിക്കോട്ടെ വിചാരിച്ചു. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡിഷാണ്, നല്ല ടേസ്റ്റും ഉണ്ടാകും. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. തീയൊക്കെ ഒന്ന് ചുരുക്കി വെച്ചിട്ട് വേണം കാഷ്യൂസ് വറുത്തെടുക്കാൻ. കാഷ്യൂസിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിനെ കോരി മാറ്റി വയ്ക്കുക. ഇനി ആ പാനിൽ തന്നെ നമ്മൾ കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം, ഉണക്ക മുന്തിരിങ്ങ. നെയ്യ് എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ടിയൊന്നും വരില്ല. കിസ്മിസും ഇതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. ഇനി ഈ പാൻ കഴുകിയിട്ട് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. ചൂടായ പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. 1.5 കപ്പ് റവ ചേർത്തിട്ട് ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് ഒരു കറുത്ത ഇങ്ങനെ പൊടി പോലെ വല്ലതും ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ റവ ഇട്ട് വറക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ലഡുവിൻ്റെ കളറൊക്കെ പിന്നെ മാറിപ്പോവും. അതുകൊണ്ട് റവ വറക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു വൃത്തിയുള്ള പാത്രത്തിൽ വേണം വറക്കാൻ. റവ എപ്പോഴും ചെറിയ തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. നല്ലോണം ഒന്ന് ഒരു മണം വരും റവയുടെ, അതുവരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഒപ്പം വറുത്ത് കിട്ടില്ല. റവ വറുത്ത ശേഷം പാത്രത്തിനെ മാറ്റി വെക്കുമെന്ന് ആറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ 1.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് അതിനൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാരയാണ് കണക്ക്. പക്ഷെ നമുക്ക് ലേശം കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. പഞ്ചസാര പൊടിച്ചിട്ട് അതിനെ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് അതേ ജാറിൽ നമ്മൾ ഈ റവയും ചേർത്തിട്ട് പൊടിക്കണം നന്നായിട്ട്. ആ റവ പൊടിക്കുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് 5-6 ഏലക്കായും ചേർത്ത് കൊടുത്ത് പൊടിച്ചാൽ ഒപ്പം പൊടിഞ്ഞു കിട്ടും. ഏലക്കായും റവയും കൂടെ പൊടിച്ചതിന് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര പൊടിച്ചതിനെയും ചേർത്ത് കൊടുക്കുക. പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുക്കണം. മധുരം ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് പഞ്ചസാര ഇട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴയ്ക്കുക. ഇനി അതിലേക്ക് നമ്മളൊരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഉരുക്കി വെച്ച നെയ്യ്. ചൂട് വേണം എന്നൊന്നുമില്ല, ഉരുക്കിയിരിക്കണം എന്ന് മാത്രം. നെയ്യ് കൂടിയാലും പ്രശ്നമാണ് കേട്ടോളൂ, അത്രയ്ക്ക് ഉറച്ച് കിട്ടില്ല പെട്ടെന്ന്. വല്ല ചപ്പാത്തി മാവ് ഉരുട്ടി വെച്ച പോലെ ഉണ്ടാകും. 1.5 കപ്പ് റവയും 1.5 കപ്പ് പഞ്ചസാരയും എടുക്കുകയാണെങ്കിൽ അതിന് 5 ടേബിൾ സ്പൂൺ നെയ്യ് ധാരാളം മതിയാകും. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് അതിനെ ഉണ്ട പിടിക്കണം. പാലൊന്നും ചേർത്താത്തത് കൊണ്ട് നമുക്ക് ഇത് കുറച്ച് ദിവസം ഇരിക്കും, ഇത് കേട് വരില്ല അത്ര പെട്ടെന്ന്. ഇനി കുറേശ്ശെ പൊടി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ഉണ്ട പിടിച്ചെടുക്കണം. കുറച്ച് ടൈറ്റായിട്ടും ഇടയ്ക്ക് അത്ര ലൂസായിട്ടും അങ്ങനെയൊക്കെ അമക്കി കൊടുക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് ഉണ്ടയാവുള്ളൂ. അത് ഉണ്ട ഉരുട്ടുമ്പോൾ നമുക്ക് തന്നെ എത്ര പ്രഷർ കൊടുക്കണം എന്നുള്ളത് മനസ്സിലായിക്കോളും. ഇതുപോലെ മുഴുവൻ മാവിനെയും നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. അതുപോലെ നെയ്യും 5 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നെയ്യ് കുറച്ചുകൂടെ ചേർക്കണം, ഉണ്ട പിടിച്ചാൽ നേരെ കിട്ടില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ അങ്ങനെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1-2 ടേബിൾ സ്പൂൺ അങ്ങനെ ഒറ്റയടിക്ക് കോരി ഒഴിക്കണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി ദിവാലി ടു ഓൾ ഓഫ് യു. താങ്ക് യു. ബൈ ബൈ.